അപ്പോൾ കെ രാഗേഷ് കൂടി അവിടേക്ക് എത്തിയിട്ടുണ്ട്. ജില്ലാ സെക്രട്ടറി, അദ്ദേഹത്തിന്റെ കൂടെ പ്രതികരണം ഒരുപക്ഷെ ഈ സമയത്ത് ഉണ്ടായേക്കും. നരേന്ദ്രമോദി സർക്കാർ കേരളത്തിലെ ഇടതുപക്ഷത്തെ തകർക്കുന്നതിനു വേണ്ടി വളരെ ആസൂത്രിതമായി നടത്തുന്ന നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ റെയ്ഡിനെ കാണാൻ വേണ്ടി കഴിയുക. കഴിഞ്ഞ കുറേ കാലമായി പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ നേതാവ് സഖാവ് പിണറായിക്കെതിരെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ വെച്ചുകൊണ്ട് എന്തെങ്കിലും ഒന്ന് കിട്ടുമോ, അങ്ങനെ എന്തെങ്കിലും ഒന്ന് കിട്ടി അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ ED സാധാരണ ചെയ്യാറുള്ള തിരക്കഥ തയ്യാറാക്കി അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടി കഴിയുമോ എന്ന് കുറേ കാലമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിട്ടുള്ള സഖാവ് പിണറായി വിജയനെ കള്ളക്കേസിൽ കുടുക്കി, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും കള്ളക്കേസിൽ കുടുക്കി, അതുവഴി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി കഴിയുമെന്നുള്ള ഡിസൈനാണ് നരേന്ദ്രമോദിയും കൂട്ടരും തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് ഇവിടെ മാത്രം കണ്ടതല്ല. നേരത്തെ BJPക്കെതിരായി അതിശക്തമായി പ്രതിരോധിച്ചു നിന്ന ദേശീയ നേതാവായിരുന്നു കേജ്രിവാൾ. അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടി എങ്ങനെയാണ് EDയെ ഉപയോഗിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ്. കള്ളക്കേസുണ്ടാക്കി ആ കള്ളക്കേസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ ED കേസിൽ പെടുത്തിയിട്ടാണ് ജയിലിലടച്ചത്. ഇപ്പോഴും സുപ്രീം കോടതി പറഞ്ഞതെന്താ? സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു അത് കള്ളക്കേസാണെന്ന്. അങ്ങനെ എങ്ങനെയാണോ ആം ആദ്മി പാർട്ടിയെ തകർക്കുന്നതിന് വേണ്ടി കേജ്രിവാളിനെ ജയിലടച്ചത്, സമാനമായ വിധത്തിൽ CPMൻ്റെ PB അംഗം ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ആയിട്ടുള്ള സഖാവ് പിണറായിക്കെതിരായിട്ട് EDയെ ഉപയോഗിക്കുക എന്നുള്ള നരേന്ദ്രമോദിയുടെ കുതന്ത്രമാണ്, ഡിസൈനാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ റെയ്ഡ്. ഇടതുപക്ഷത്തെ തകർക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ലക്ഷ്യം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളതല്ല. കേരളത്തിൽ ഇടതുപക്ഷത്തെ തകർക്കുന്നതിന് വേണ്ടി BJPയും കോൺഗ്രസും ചേർന്ന് നേരത്തെ തന്നെ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. ഇടതുപക്ഷം BJPയെ സഹായിക്കുന്നു, CPIM നരേന്ദ്രമോദിയുമായി ഒത്തുകളിക്കുന്നു എന്ന് പറയുന്ന ഒരു പെരുന്നുണ പ്രചരിപ്പിക്കുക. എന്നിട്ട് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ BJPയുമായി ഡീലുണ്ടാക്കി, കേരളത്തിലാകെ ഡീലുണ്ടാക്കി, തൃശ്ശൂരിൽ പ്രത്യേക ഡീലുണ്ടാക്കി BJP ജയിപ്പിച്ചു കൊടുത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP വിജയിപ്പിച്ചു കൊടുത്തു. ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയുടെ അനുഭവത്തിൽ 2 മണ്ഡലങ്ങളിലും എങ്കിലും സ്ട്രാറ്റജിക് വോട്ടിംഗ് നടന്നു. കേരളത്തിലാകെ അത് സംഭവിച്ചിട്ടുണ്ടാകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താ ലക്ഷ്യം? ഇടതുപക്ഷത്തെ തകർത്താൽ മാത്രമേ, CPIMനെ തകർത്താൽ മാത്രമേ കേരളത്തിൽ BJPക്ക് വളരാൻ വേണ്ടി കഴിയൂ എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. കോൺഗ്രസ് തകർന്നാൽ BJP വളരില്ല. കാരണം കോൺഗ്രസ് UDFൻ്റെ അടിത്തറ എന്ന് പറയുന്നത് BJPക്ക് സ്വാധീനിക്കാൻ വേണ്ടി കഴിയുന്ന ജനവിഭാഗങ്ങളല്ല. BJPക്ക് സ്വാധീനിക്കാൻ സാധ്യതയുള്ള ജനവിഭാഗങ്ങൾ CPMലാണുള്ളത്. അതുകൊണ്ട് CPMനെ തകർക്കണം. അത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് CPMനെ തകർക്കുന്നതിന് വേണ്ടി സ്ട്രാറ്റജിക് വോട്ടിങ്ങിലൂടെ കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് CPMനെ ദുർബലപ്പെടുത്താൻ, ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താനുള്ള നീക്കം നടത്തി. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ നേതാവ് സഖാവ് പിണറായിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് വരുന്നത്. ഇതിനെ അതിശക്തമായ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വരും. നിയമപരമായും രാഷ്ട്രീയമായും ഈ കാര്യത്തെ ശക്തമായി പാർട്ടി നേരിടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ ഓർക്കുന്നത് നല്ലതാണ്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയെ തകർത്തതുപോലെ അതേ പരിപാടിയുമായിട്ട് കേരളത്തിൽ വന്ന് ഇടതുപക്ഷത്തെ CPMനെ തകർക്കാനുള്ള BJPയുടെ, അതിന് കൂട്ടുനിൽക്കുന്ന കോൺഗ്രസിൻ്റെ പരിശ്രമത്തെ ജനാധിപത്യ കേരളം ശക്തമായി
തന്നെ ചെയ്യും. അത് ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ടാവും അതിനകത്ത്? മുഖ്യമന്ത്രി ലക്ഷ്യം വെച്ചുകൊണ്ടാണല്ലോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോറി ആ അല്ല, അതിൽ വി ഡി സതീശന്റെ പങ്ക്, ഇപ്പോ വി ഡി സതീശൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി മേനോൻ സതീശൻ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, വി ഡി സവർക്കർ, വിനായക് ദാമോദർ ദാസ് സവർക്കർ, വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ, രണ്ടും തമ്മിൽ പേരിലുള്ള സാമ്യം മാത്രമല്ല, ബി ജെ പിക്ക് വേണ്ടി RSSന് വേണ്ടി എല്ലാ ഘട്ടത്തിലും ഒത്താശ ചെയ്യുന്ന നേതാവാണ് വി ഡി സതീശൻ എന്ന് ഇതിനകം തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, വളരെ കൃത്യമായി ഈ കേരളത്തിൽ ന്യൂനപക്ഷ വിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന പാർട്ടിയാണ് CPIM എന്ന് പറയുന്ന കള്ളക്കഥ ബി ജെ പിയുമായി ചേർന്നുകൊണ്ട് ഒരു ഈവിൾ ഡിസൈൻ തയ്യാറാക്കുക. അതിൻ്റെ മാസ്റ്റർ ബ്രെയിനായിട്ട് കോൺഗ്രസിൽ പ്രവർത്തിച്ച ആളാണ് വി ഡി സതീശൻ, ഇപ്പോഴുള്ള മുഖ്യമന്ത്രി. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വേണം, എനിക്കറിയില്ല, ബി ജെ പിയുടെ നേതാക്കന്മാരുമൊക്കെ ആയിട്ട് കൂടിക്കാഴ്ച നടത്തിയത്, ചാർട്ടേഡ് ഫ്ലൈറ്റിലൊക്കെ പോയിട്ട് കൂടിക്കാഴ്ച നടത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്താണെന്ന് അറിയില്ല, കൂടുതൽ പരിശോധന നടത്തണം. പക്ഷേ അദ്ദേഹത്തിൻ്റെ തുടർച്ചയായ പ്രതികരണം എന്താ? കോൺഗ്രസ്സിന് എല്ലാ ഘട്ടത്തിലും വിഷമമുണ്ടായിരുന്നത് പിണറായി വിജയനെ എന്താണ് ഇടി പിടിക്കാത്തത്? അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട വിഷമം. എത്രമാത്രം ശ്രമം നടത്തി? ഇതിൻ്റെ പിന്നിൽ, ഈ കേസിൻ്റെ പിന്നിൽ കോൺഗ്രസ് അല്ലേ യഥാർത്ഥത്തിൽ? കോൺഗ്രസും ബി ജെ പി ചേർന്നുകൊണ്ടല്ലേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? എങ്ങനെ പിടിക്കുക എന്നുള്ളതല്ലേ ലക്ഷ്യം? അപ്പോൾ കൃത്യമായി വടശ്ശേരി ദാമോദരൻ സതീശൻ്റെ മനസ്സ് വിനായക് ദാമോദർ ദാസ് സവർക്കറുടെ പാർട്ടിയുടെ കൂടെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അതൊക്കെ പിന്നീട് പുറത്തേക്ക് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.